സാർ ഫസ്റ്റ് ദിവസം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അച്ഛനമ്മേൻ്റെ അടുത്ത് പോവുക, അച്ഛനമ്മേൻ്റെ അടുത്ത് പോയി അവരെ കെട്ടിപ്പിടിച്ച് അവരെ കവിളിൽ ഒരു ഉമ്മ കൊടുത്ത് അവരോട് ഐ ലവ് യു എന്ന് പറയാം. ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്തിനായ സന്തോഷം, ഇപ്പാൻ്റെ ഉമ്മാൻ്റെ മുഖത്തിനായ സന്തോഷം, അത് ചില്ലറ സന്തോഷമൊന്നുമല്ല, അത് മറക്കാനേ പറ്റൂല. അതിൻ്റെ ത്രില്ല്, അതിൻ്റെ ആ എനർജി എനിക്കിപ്പോഴും പോയിട്ടില്ല. അതിൻ്റെ സന്തോഷം അവരുടെ മുഖത്തൊന്നും പോയിട്ടില്ല. അതിൻ്റെ ത്രില്ല് എനിക്ക് ഇനി പോവില്ല, ആ എനർജി ഇനി പോവുന്നില്ല. അത്രക്കും സന്തോഷമായിരുന്നു. എങ്ങനെ പാരൻസിനെ സ്നേഹിക്കാം, എങ്ങനെ പാരൻസിനെ നോക്കാം, അവരോട് എങ്ങനെ നമ്മൾ പെരുമാറേണ്ടത്, ഏത് രീതിയിലൂടെയാണ് പെരുമാറേണ്ടത്, പിന്നെ ഇഷ്ടമല്ലാത്ത വിഷയത്തിനെ എങ്ങനെ സ്നേഹിക്കാം, പിന്നെ ഇഷ്ടമല്ലാത്ത ഭക്ഷണത്തിനെ നമ്മൾ ഇഷ്ടത്തോടെ കഴിക്കാം. അത്ഭുതം തന്നെയാണ്, ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. പങ്കെടുത്ത സമയത്ത് എനിക്ക് നല്ല മാറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ ക്യാരക്ടറിലാണെങ്കിലും ആറ്റിറ്റ്യൂഡിലാണെങ്കിലും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എനിക്ക് നല്ല നല്ല മാറ്റങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അതേപോലെ തന്നെ സാറിൻ്റെ ട്രെയിനിങ്ങിൽ നിന്ന് എനിക്ക് ഒബ്സർവ് ആൻഡ് അബ്സോർബ് എന്ന് പറയുന്ന വലിയൊരു തീം കണ്ടെത്താൻ സാധിച്ചു. ഞാൻ ഏതൊരു കാര്യം ചിന്തിക്കുകയാണെങ്കിലും കാണുകയാണെങ്കിലും അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് അതിനെ ഡീപ്പായി സ്റ്റഡി ചെയ്യാൻ എനിക്ക് സാറിൻ്റെ ക്യാമ്പിലൂടെ സാധിച്ചു. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് മാത്സ് ആയിരുന്നു. മാത്സിനെ ഞാനങ്ങ് പ്രണയിക്കാൻ തുടങ്ങി. ഐ ലവ് യു മാത്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂമൊക്കെ അടിച്ച് ഞാൻ അതിനങ്ങ് പ്രണയിച്ച് പഠിക്കാൻ തുടങ്ങി. അപ്പം മാത്സ് ആണ് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ്. സാറിൻ്റെ ഓരോ വാക്കുകളും ഞങ്ങളുടെ ഉള്ളിലേക്ക് തറച്ച് കയറാറുണ്ട്. എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആ ട്രെയിനിങ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് കിട്ടിയത്. സാർ എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, സാർ എപ്പോഴും പറയുമ്പോഴും അമ്മേനെയും അച്ഛനെയും പറ്റി പറയുന്നുണ്ട്. അമ്മേനെയും അച്ഛനെയും നമ്മളെ എപ്പോഴും സ്നേഹിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അമ്മമാരെ നിരീക്ഷിക്കാനും അച്ഛന്മാരെ നിരീക്ഷിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സിൽ. അതൊക്കെ ഞാൻ നിരീക്ഷിച്ച് നോക്കിയപ്പോൾ നമ്മളെക്കാട്ടിലും ജോലിയാണ് നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഇവർ രണ്ടുപേരും കഷ്ടപ്പെടുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായതായിരുന്നു. വളരെയധികം സന്തോഷം ട്രെയിനിങ് ക്ലാസ്സൊക്കെ എടുത്ത് തന്നതിന്. ആ ട്രെയിനിങ്ങിൽ ലവ് യു ഡ്രീം എന്നായിരുന്നു അതിൻ്റെ കോൺസെപ്റ്റ്. സൂപ്പറായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സാർ ട്രെയിനിങ് പറഞ്ഞു. പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് തന്നെ എനിക്ക് പറഞ്ഞു തന്നു. ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിച്ച് തന്നതിന് പ്രദീപ് സാറിനോടും ക്ലാസ് എടുത്തു തന്ന ഹരീഷ് സാറിനോടും ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു. വീണ്ടും പറയുന്നു, ഓക്സിജൻ്റെ റിലേറ്റീവ് മാസ് 16 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു കാർബൺ 12ൻ്റെ മാസിൻ്റെ 12 16 മടങ്ങാണ്. നൈട്രജൻ്റെ റിലേറ്റീവ് മാസ് 14 എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ? നൈട്രജൻ്റെ റിലേറ്റീവ് മാസ് 14. ദാറ്റ് മീൻസ് ഒരു കാർബൺ 12ൻ്റെ മാസിൻ്റെ 12 14 ടൈംസ് ഹെവിയർ ആണ് നൈട്രജൻ. അതിൻ്റെ മീനിങ് അതാണ്. ഹീലിയത്തിൻ്റെ റിലേറ്റീവ് മാസ് 4 എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ? ഒരു കാർബൺ 12ൻ്റെ മലയാളത്തിൽ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഒരു കാർബൺ 12ൻ്റെ മാസിൻ്റെ 1/12 4 ടൈംസ് ഹെവിയർ ആണ് ഹീലിയം. കമ്പയറിങ് ദിസുമായി ഈ 1U അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കാർബൺ 12ൻ്റെ മാസിൻ്റെ 1/12 എത്ര മടങ്ങാണ് മറ്റുള്ള ഓരോ ആറ്റങ്ങളുടെയും മാസ് എന്ന് കമ്പയർ ചെയ്ത് ഇങ്ങനെ പറയുന്നു. അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്ന രീതിക്കാണ് റിലേറ്റീവ് മാസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ്റെ റിലേറ്റീവ് മാസ് 35.5 ആണ് എന്ന് പറയുന്നു. 35.5 ക്ലോറിൻ്റെ. സോ വാട്ട് ഈസ് ദി മീനിങ്? ഒരു കാർബൺ 12ൻ്റെ മാസിൻ്റെ 1/12 35.5 ടൈംസ് ഹെവിയർ ആണ് ക്ലോറിൻ്റെ മാസ്. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന രീതിക്കാണ് റിലേറ്റീവ് മാസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സോ വി ആർ ടേക്കിംഗ് 1/12 മാസ് ഓഫ് 1 കാർബൺ 12 ഐസോട്ടോപ്പ്. ഓക്കെ, അതാണ് 1 യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ കമ്പയറിങ് ദിസ് യൂണിറ്റ് വിത്ത് അതർ ആറ്റംസ് and it is we are finding how many times it is heavier than the mass of other atoms. എത്ര മടങ്ങ്
മറ്റുള്ള ആറ്റങ്ങൾക്ക് കൂടുതലാണ് എന്ന് നമ്മൾ കമ്പയർ ചെയ്തിങ്ങനെ പറയുന്നു. അങ്ങനെ കമ്പയർ ചെയ്ത് പറയുന്ന രീതിക്കാണ് റിലേറ്റീവ് മാസ് മെത്തേഡ് അല്ലെങ്കിൽ ആപേക്ഷിക അറ്റോമിക മാസ് രീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റിലേറ്റീവ് മാസ് മെത്തേഡിൽ നമ്മളൊരു ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞത്. എന്തിനാണ് മാസ് കണ്ടുപിടിക്കുന്നത്? മാസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു രാസമാറ്റങ്ങളിൽ പങ്കെടുക്കുന്ന ക്രോഡ്സ് ആൻഡ് ക്രോഡ്സ് ഓഫ് ആറ്റത്തിൻ്റെ കൃത്യമായ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് അറിയണമല്ലോ. ആ മാസ് അറിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, മാസ് അറിഞ്ഞാൽ കണ്ടുപിടിക്കാം. ഇനി അതെങ്ങനെ എന്നുള്ള കാര്യങ്ങളാണ് തുടർന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചാൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ശ്രദ്ധയോടെ ഇരിക്കണേ. ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ നമ്മൾ ക്ലാസ് മുറിയിലേക്ക് വീണ്ടും കടന്നു വരുമ്പോൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. ഞാനൊരു ഇക്വേഷൻ എഴുതാൻ പോവാം. ഓക്കെ, കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ എന്ത് കിട്ടും? CO2, കാർബൺ ഡൈ ഓക്സൈഡ്. എൻ്റെ ഒരു ചോദ്യം ചോദിക്കട്ടെ, C+O2 gives CO2. ഏത് കുട്ടിക്ക് അറിയാം? അതൊരൊറ്റ സിമ്പിൾ ചോദ്യം. 1000 കാർബൺ ആറ്റംസ് കമ്പൈൻ ചെയ്യാൻ how many oxygen atoms are necessary? Or how many oxygen atoms are needed to combine with 1000 carbon atom? അതിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. 1000 കാർബൺ ആറ്റം കമ്പൈൻ ചെയ്യാൻ എത്ര ഓക്സിജൻ ആറ്റം വേണം? അതിൻ്റെ ഉത്തരം നമ്മുടെ അവിടെ തന്നെ ഉണ്ടല്ലോ. ആ ഇക്വേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് ദി ആൻസർ അല്ലേ? ഒരു കാർബണിന് 2 ഓക്സിജൻ ആറ്റം വേണം. ഒരു കാർബണിന് 1 carbon atom needs 2 oxygen atom. അപ്പോൾ 1000 കാർബൺ ആറ്റം നീഡ്സ് 2000 ഓക്സിജൻ ആറ്റം. 2000 ഓക്സിജൻ ആറ്റം. നമുക്ക് അങ്ങനെയുള്ള ചില ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ ഇക്വേഷനിൽ നിന്ന് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ പ്രയാസമില്ല. അത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്, എക്സാമ്പിൾ പറഞ്ഞത്. ഇത്തരം ചോദ്യങ്ങൾ ചിലപ്പോൾ വന്നുകൂടായില്ലല്ലോ, 1 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാം. ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു 10,000 CO2 മോളിക്യൂൾ കിട്ടണമെങ്കിൽ how many molecules of oxygen is necessary? How many molecules of oxygen is necessary? അതിൻ്റെ ഉത്തരം അവിടെ തന്നെ കിടപ്പുണ്ട് ഇല്ലേ? എല്ലാ കുട്ടികൾക്കും ആ ഇക്വേഷൻ നോക്കിയാൽ കണ്ടുപിടിക്കാൻ പറ്റും. 10,000 CO2 മോളിക്യൂൾസ് ഉണ്ടാകാൻ എത്ര ഓക്സിജൻ മോളിക്യൂൾസ് വേണമെന്ന ചോദ്യം. ഇതാ നോക്കൂ, ഒരു CO2 മോളിക്യൂൾ കിട്ടാൻ ഒരു ഓക്സിജൻ മോളിക്യൂൾ വേണം. ആറ്റമല്ല, മോളിക്യൂൾ വേണം. അപ്പോൾ 10,000 കിട്ടാൻ വേണ്ടി 10,000 ഓക്സിജൻ മോളിക്യൂൾ വേണം. 10,000 ഓക്സിജൻ മോളിക്യൂൾ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത്തരം ചോദ്യങ്ങൾ തിരിച്ചു മറിച്ച് വന്നാൽ നമുക്ക് എഴുതാൻ കഴിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. കാരണം ഇത് നമ്മളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ഇൻഫറൻസിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാനൊരു കോളം ഇങ്ങനെ വരയ്ക്കുന്നു, ഒരു ടേബിൾ. ഇങ്ങനെ ഒരു ടേബിളുണ്ട്. ഇവിടെ നമ്മൾ എലിമെൻറ്റിൻ്റെ പേരെഴുതുന്നു. ഇവിടെ റിലേറ്റീവ് അറ്റോമിക് മാസ് എഴുതുന്നു. ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ്, അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് എഴുതുന്നു. ശ്രദ്ധിക്കണേ, ഫസ്റ്റ് കോളത്തിലെ എലിമെൻറ്റിൻ്റെ പേര്, സെക്കൻഡ് കോളത്തിൽ അതിൻ്റെ അറ്റോമിക് മാസ്, തേർഡ് കോളത്തിൽ അതിലടങ്ങിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. നിങ്ങൾ ഇവിടുത്തെ കണ്ടാൽ മാത്രം മതി. ഓക്സിജൻ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 അല്ലേ? റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16.
scientists found that in 16 grams of oxygen, contain 6.022 into 10⁻23 atoms. ഹലോ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ശാസ്ത്രജ്ഞന്മാർ 16 ഗ്രാം ഓക്സിജൻ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് 6.022 into 10⁻23 ആണെന്ന് അവർ എക്സ്പെരിമെൻ്റ് മൂലം കണ്ടുപിടിച്ചിരിക്കുന്നു. വീണ്ടും കാർബണാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസ് 12 ആണ്. അതുകൊണ്ട് 12 gram കാർബൺ കണ്ടെയ്ൻസ് ദിസ് നമ്പർ ഓഫ് ആറ്റംസ്. അവിടെയും 12 ഗ്രാം കാർബണിൽ അവിടെയും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ 6.022 into 10⁻23 ആണ്. നോക്കണേ. അപ്പോൾ നൈട്രജൻ്റെ നമുക്ക് എഴുതി നോക്കാം. നൈട്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസ് 14 അല്ലേ? അപ്പോൾ അതുകൊണ്ട് പറയാം 14 ഗ്രാം നൈട്രജനിലും അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ നമ്പർ 6.022 into 10⁻23 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാവുക? 16 ഗ്രാം ഓക്സിജനിൽ ദിസ് നമ്പർ ഓഫ് ആറ്റംസ് ആർ സീൻ. അപ്പോൾ 32 ഗ്രാമിൽ എത്ര ആറ്റം ഉണ്ടാവും? ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവില്ലേ? അപ്പോൾ 6 ഗ്രാം കാർബണിൽ എത്ര ആറ്റം ഉണ്ടാവും? 12 ഗ്രാമിൽ എത്രയുമുണ്ട്? അപ്പോൾ 6 ഗ്രാം കാർബണിൽ അതിൻ്റെ പകുതി. അപ്പോൾ ഒരു 14, 28, 56 ഗ്രാം നൈട്രജൻ ഉണ്ടെന്ന് സങ്കല്പിക്കുക. 56 ഗ്രാം നൈട്രജൻ ഉണ്ടെങ്കിൽ എത്ര ആറ്റം ഉണ്ടാകും? 14ൻ്റെ 4 മടങ്ങാണ് 56. അപ്പോൾ ഇതിൻ്റെ 4 മടങ്ങ് 4 into 6.022 into 10⁻23 ആറ്റംസ് ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഒരു ടേബിൾ മൂലം അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താ? എലിമെൻസിൻ്റെ ഗ്രാമിലുള്ള മാസ് കിട്ടിയാൽ we can find out the total number of atoms. ഇല്ലേ? മാസ് കിട്ടിയാൽ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു പട്ടിക നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പം മാസ് കിട്ടിയാൽ, ടോട്ടൽ മാസ്, ഒരു എലിമെൻറ്റിൻ്റെ ടോട്ടൽ മാസ് കിട്ടിയാൽ we can find out the number of atoms. Say for example 4 grams of oxygen ഉണ്ടെന്ന് സങ്കല്പിക്കുക. എലിമെൻറ്റിൻ്റെ മാസ് 4 gram ആണ്. 4 grams of മാസ് ഓക്സിജൻ ഉണ്ട്. അപ്പോൾ ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ദി 4 grams of ഓക്സിജൻ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 16 ഗ്രാമിൽ ദിസ് നമ്പർ ഉണ്ട്. അപ്പോൾ 4 ഗ്രാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 1/4 അല്ലേ? അപ്പോൾ ഇതിൻ്റെ 4 കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ മാസ് കിട്ടിയാൽ, ഗ്രാമിലുള്ള മാസ് കിട്ടിയാൽ we can find out the total number of atoms. ഇത് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി ശ്രദ്ധയോടെ കേൾക്കണം. 16 ഗ്രാം അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ആണ്. 12 ഗ്രാം കാർബണിൻ്റെ അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. 14 grams ഓഫ് നൈട്രജൻ്റെ അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് ആർ സെയിം. അതായത് എല്ലാ മൂലകളുടെയും ഗ്രാമിലുള്ള അറ്റോമിക മാസ് ഗ്രാമിൽ പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കും. അറ്റോമിക മാസ് ഗ്രാമിൽ പറഞ്ഞ് ഗ്രാമിലുള്ള അറ്റോമിക മാസിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയിരിക്കും. അതായത് 16 ഗ്രാം ഓക്സിജനിൽ ഇത്രയും മാറ്റമുണ്ട്, 12 ഗ്രാം കാർബണിൽ ഇത്രയും മാറ്റമുണ്ട്, 14 ഗ്രാം നൈട്രജനിലും ഇത്രയും മാറ്റമുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഒരു മൂലകത്തിൻ്റെ
ഗ്രാമിലുള്ള അറ്റോമിക് മാസ് ഗ്രാമിൽ പറയുന്നു. അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം എല്ലാ മൂലകത്തിലും സെയിം തന്നെയാണ്. 6.022 into 10⁻23. And this number is called അവഗാഡ്രോ നമ്പർ. ശ്രദ്ധിക്കണേ, അവഗാഡ്രോ നമ്പർ എന്ന് പറയും. അപ്പോൾ ഏതോ ഒരു പരീക്ഷയ്ക്ക് ഒരു D+കാർക്ക് വേണ്ടി ഒരു ചോദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. 6.022 into 10⁻23 ഈസ് നോൺ ആസ് ഡാഷ്. അതിൻ്റെ പേരാണ് അവഗാഡ്രോ നമ്പർ. അതെത്രയാണ്? 6.022 into 10⁻23 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ബുദ്ധിയെ ഒന്ന് പരീക്ഷിക്കുന്നു. നമ്മൾ എടുക്കുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജനാണെങ്കിൽ അതിൻ്റെ അറ്റോമിക് മാസ് ഈസ് 1. വിനോ, അങ്ങനെയാണെങ്കിൽ 1 gram ഹൈഡ്രജനിൽ ഹൗ മെനി ആറ്റംസ് ആർ പ്രസൻറ്റ്? സി, 1 gram ഹൈഡ്രജനിൽ എത്ര ആറ്റങ്ങളുണ്ട്? വളരെ വ്യക്തമായി നിങ്ങളുടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 6.022 into 10⁻23 അല്ലേ? അപ്പോൾ മലയാളത്തിൽ പറയാം, എല്ലാ മൂലകത്തിൻ്റെയും അറ്റോമിക് മാസ് ഗ്രാമിൽ പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ നമ്പർ സെയിം ആയിരിക്കും. ആ നമ്പർ അവഗാഡ്രോ നമ്പർ എന്ന് പറയും. അത് 6.022 into 10⁻23 ആണ്. ആൻഡ് ദിസ് നമ്പർ ഈസ് ഡിനോട്ടഡ് ആസ് Na. N ക്യാപിറ്റൽ, A ക്യാപിറ്റൽ.